പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുനാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കാലാളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നിർഭയനായിരിക്കുന്നു എങ്കിൽ യോർദാന്റെ വൻകാട്ട് നീ എന്ത് ചെയ്യും? ഇവിടെ യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് പരാതി പറയുകയും തിരിച്ച് ദൈവം സംസാരിക്കുന്ന മറുപടിയുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാലാളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ ആമേൻ ഹല്ലേലൂയ കുതിരകളോട് എങ്ങനെ മത്സരിച്ചു ഓടും? ഇവിടെ ചോദിക്കുകയാണ്, ദൈവം ചോദിക്കുകയാണ്, കാലാളോട് ഓടിയിട്ട്, അതായത് മനുഷ്യരോട് ഓടിയിട്ട് ഹല്ലേലൂയ നീ ക്ഷീണിച്ചു പോയാൽ. ഹല്ലേലൂയ മനുഷ്യരെന്ന് പറയുമ്പോൾ അവരുടെ ഹല്ലേലൂയ പോരാട്ടം, ആത്മീയ ജീവിതത്തിൽ നമുക്ക് നേരെ കടന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിപ്പാൻ ഹല്ലേലൂയ നമുക്ക് മനുഷ്യരുമായുള്ള മാനസികമായുള്ള വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഹല്ലേലൂയ കുതിരകളോട് മത്സരിച്ചോടും? നമുക്കറിയാം ഹല്ലേലൂയ ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി ഏലിയാവ് ദൈവത്തിന്റെ ആലോചന അറിയിച്ചിട്ട് ഇറങ്ങി ഹല്ലേലൂയ അല്ലേ. അതിനുശേഷം ഹല്ലേലൂയ ആഹാബിന്റെ രഥത്തിന് മുമ്പാലെ ഓടുവാൻ ദൈവം ഹല്ലേലൂയ ഏലിയാവിനെ ദൈവം ഇടയാക്കി. അപ്പോൾ ഇവിടെ പറയുകയാണ്, കാലാളോട് ഓടിയിട്ട് ഒരു മനുഷ്യനുമായുള്ള ആത്മീയ യുദ്ധത്തിൽ നാം തോറ്റുപോയാൽ, നമുക്ക് അന്ധകാര ശക്തികളെ ജയിക്കാൻ നാം കഴിഞ്ഞില്ലെങ്കിൽ, മാനുഷികമായ ജീവിതത്തിൽ നമ്മുടെ നേരെ കടന്നു വരുന്ന പോരാട്ടങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കുതിരകളോട്, അതായത് കാലാളുകളോട് എന്ന് പറയുമ്പോൾ 2 കാലുള്ള ആളുകളോട് നമുക്ക് മത്സരിച്ച് ഓടാൻ കഴിയാതെ പോയാൽ 4 കാലുള്ള മനുഷ്യരോട് നാം എങ്ങനെ ഹല്ലേലൂയ ജയിക്കും? നാം എങ്ങനെ അതിനെ ജയിച്ച് അതിജീവിച്ച് നാം മുന്നോട്ട് പോകും? ഹല്ലേലൂയ മനുഷ്യരുമായുള്ള ആത്മീയ ജീവിത ബന്ധമുണ്ട്, എന്നാൽ കുതിരകൾക്ക് സമാനമായ ഹല്ലേലൂയ പോരാട്ടം ചെയ്ത്, അതായത് തലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് ചെറിയ തലമാണ്, എന്നാൽ കുതിരയെ കുറിച്ച് വരുമ്പോൾ അടുത്തൊരു നെക്സ്റ്റ് തലമാണ്. മനുഷ്യന് വേഗത കുറവാണ് അല്ലേ, പക്ഷെ എന്നാൽ മൃഗങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൃഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയ പോരാട്ടത്തിനുള്ള വേഗതയെക്കുറിച്ചാണ് പറയുന്നത്, ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ ജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, പൈശാച മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടങ്ങളെ, വെല്ലുവിളികളെ, സാധാന്റെ പൈശാചികമായ പ്രവർത്തികളെ നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയും? ഹല്ലേലൂയ ഇവിടെ എന്നിട്ട് പറയുക, സമാധാനമുള്ള ദേശം നിർഭയനായിരിക്കുന്നു. അപ്പോൾ നീ എന്ത് ചെയ്യും? യോർദാന്റെ വൻകാട്ട് നീ എന്ത് ചെയ്യും? സമാധാനമുള്ള ദേശത്ത് സ്വസ്ഥതയോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ ഭയം കൂടാതിരിക്കുകയാണ്. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ സമാധാനം കഴിഞ്ഞിട്ട് യോർദാനിന്റെ വൻകാടുകൾ, പ്രശ്നസങ്കീർണമായ വന്യമൃഗങ്ങളുള്ള ഹല്ലേലൂയ ഇരുട്ടുള്ള കാടുകളിൽ എന്ത് ചെയ്യും? മരണം മുന്നിൽ ഹല്ലേലൂയ വരുന്ന സന്ദർഭങ്ങൾ, യോർദാന്റെ വൻകാട് എന്ന് പറയുമ്പോൾ ഇരുട്ടിൻ്റെ അന്ധകാരമേറിയ വെളിച്ചം അല്പം പോലും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ, ഒരുപക്ഷെ വിടുതലുകൾ നാം കാണാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, നമുക്ക് ആശ്വാസത്തിന് വേണ്ടി ഒരു വാക്കാരും പറയാനില്ലാതിരിക്കുമ്പോൾ, ആ സമയത്ത് നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ ഇവിടെ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ, നമുക്കറിയാം 1-ാം അധ്യായത്തിലൊക്കെ ദൈവത്തോട് നിലവിളിക്കുന്ന പ്രവാചകനായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്ത ഒരു അഭിഷക്തനെ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ദൈവം നിയോഗം കൊടുത്ത്, അഭിഷേകം കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ശക്തനായ പ്രവാചകൻ പോലും എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ
രണ്ട് മനുഷ്യ സംബന്ധമായുള്ള ഹല്ലേലൂയ ആത്മീയ യുദ്ധം പറയുമ്പോൾ ദേശത്തെ കുറിച്ച് പറയും, സമാധാനമുള്ള ദേശത്തെ കുറിച്ച് പറയുമ്പോൾ യോർദാന്റെ വൻകാടുകൾ പറയുകയാണ്. അപ്പൊ സമാധാനം, ഒരുപക്ഷെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നേക്കാം. ആ അനുഭവങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തെ ഉപേക്ഷിച്ച് കളയുമോ, അതോ ദൈവത്തിനോടൊപ്പം നിങ്ങൾ ജീവിക്കുമോ? ഹല്ലേലൂയ. സ്ഥിരമായി നമുക്കറിയാം, ഈ കാലാളുകൾ ഓടുക എന്ന് പറയുമ്പോൾ ആത്മീയമായി സ്ഥിരമായിട്ട് നമുക്ക് ഓടണം. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മളെ എന്ത് ചെയ്യുക, മറ്റുള്ളവർ തളർത്തി കളഞ്ഞു വരാം. ഹല്ലേലൂയ നമ്മുടെ ആത്മീയ യുദ്ധങ്ങളിൽ നാം ക്ഷീണിച്ചു പോയെന്ന് വരാം. അല്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് കൂടെ നിൽക്കുവാൻ ആരുമില്ലാതെന്നൊക്കെ വരാം. എന്നാൽ എന്ത് ചെയ്യാം, ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ഹല്ലേലൂയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എങ്ങനെ ഹല്ലേലൂയ അതിനെ അതിജീവിക്കും? ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നിടത്ത് എന്ത് ചെയ്യുക, നിങ്ങളെ തളർത്തി കളയുകയാണ്. നമ്മുടെ സമാധാനമുള്ള ദേശം എന്ന് പറയുന്നത് പ്രതികൂലങ്ങളൊന്നുമില്ലാത്ത ദേശത്ത് നാം സമാധാനത്തോടിരിക്കുകയാണ്. നോക്കുക, ഹല്ലേലൂയ. നാം വിശ്വാസികൾ അല്ലെങ്കിൽ ആത്മീയ യുദ്ധത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെന്നാമ നമുക്ക് എന്ത് ചെയ്യുക, സ്വസ്ഥമായി ഇരിക്കാൻ കഴിയത്തില്ല. നമുക്കൊരു ആത്മീയ യുദ്ധമുണ്ട്. ഹല്ലേലൂയ. ആത്മീയ യുദ്ധത്തിൽ എന്ത് ചെയ്യുക, നാം തയ്യാറാകണം. ഹല്ലേലൂയ. ഇവിടെ ഒരു ആത്മീയ വെല്ലുവിളിയെക്കുറിച്ച് വലുതും ചെറുതുമായ ആത്മീയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ മനസ്സിലാക്കി സ്വസ്ഥതയോടെ ഇരിക്കാതെ ഹല്ലേലൂയ വേഗത്തിൽ എന്ത് ചെയ്യുക, ഓടുവാനിടയാകണം. മനുഷ്യരുടെ വേഗതയും ചുറുചുറുക്കും ഹല്ലേലൂയ അവർ ഓടുകയോ മത്സരിക്കുകയോ ചെയ്യുന്നുണ്ടായി. എന്നാൽ എന്ത് ചെയ്യുക, പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പോരാടി നാം ക്ഷീണിച്ചു പോകാറുണ്ട് അല്ലേ? ഹല്ലേലൂയ നാം മനം മടുത്തു നിരാശപ്പെട്ടു പോകാറുണ്ട്. നാം നിരാശയോടിരിക്കുമ്പോൾ അടുത്തൊരു നെക്സ്റ്റ് തലത്തിലേക്ക് നാം എങ്ങനെ മത്സരിച്ച് ഓടുവാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, പ്രയാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആ സമയം നമ്മൾ ക്ഷീണമുന്നതനായി പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് പോരാടാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മോടൊപ്പം ഇരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നമ്മൾ കാണും. പ്രിയരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഈസിയായ ജീവിതം അല്ല കേട്ടോ. വിശ്വാസ ജീവിതം ഈസിയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ആ ഒരു ആത്മീയ പൈതലിന് വിശ്വാസ ജീവിതം ഈസിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി താഴ്ന്നിരിക്കുകയും പ്രത്യാശയോട് ദൈവത്തിൻ്റെ പാതവിടെ അയക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥനയോട് ഓരോ ദിവസം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.